ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിച്ച് തന്നെ ജീവിക്കണം എന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കല്യാണം കഴിച്ച് ഡിവോഴ്സായി രണ്ടാമത് കല്യാണം കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരായിരിക്കും ഭൂരിഭാഗം പെൺകുട്ടികൾ. പുരുഷന്മാർക്ക് ബുദ്ധിമുട്ടാണ്. ഒരു അച്ഛന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾ ഹാപ്പി ആയിട്ട് നിൽക്കുക. നാളെ അവര് കല്യാണം കഴിച്ച് പോയിട്ട് അവർക്ക് വിഷമമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം പറയണം, ബാ ഇവിടെ വാ, ഞാനുണ്ട് കൂടെ. റീമ കല്ലിങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അനിയനും എനിക്കും അവന് 2 ഫിഷ് ഫ്രൈ ആണെങ്കിൽ എനിക്കൊരു ഫിഷ് ഫ്രൈ മാത്രമേ കിട്ടാറുള്ളൂ. അതിന്റെ ഒരു ലോജിക്കായിട്ട് തിങ്ക് ചെയ്ത് മനസ്സിലാവും. ഫിഷ് ഫ്രൈ ആണെന്ന് പറഞ്ഞെങ്കിലും അവിടെ ഒരു ആൺകുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസും പെൺകുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസും ആണെന്ന് പറഞ്ഞത്. ഒത്തിരി ഹെൽപ്പ് ചെയ്യാനായിട്ട് മെന്റാലിറ്റി ഉള്ളവരാണ് സ്ത്രീകൾ. വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്. നമുക്ക് സ്ത്രീകളിൽ എപ്പോഴെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരാരും കാണില്ല. അവരെല്ലാവരും അവരുടെ ലൈഫിൽ ബിസി ആയിരിക്കും. ഇപ്പൊ ശരിക്കും ഒരു ഹൈ ടൈം ആയില്ലേ സ്ത്രീകൾ സ്വയം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? എന്റെ വീട്ടില് ഭർത്താവ് ഇതൊക്കെയാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതേപോലെ കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പറ്റില്ല. എന്റെ ശരീരപ്രകൃതത്തിന് എന്താണ് വേണ്ടത്, എന്റെ ജീനിൽ എന്താണ് പറ്റുന്നത്, അതിനനുസരിച്ചേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. എന്റെ അടുത്ത അവകാശി ആൺകുട്ടികളുടെ കുട്ടികളെ പറയുന്നു, പെൺകുട്ടികളുടെ പറയുന്നില്ല. ലോകത്ത് അവർക്ക് ആർക്കും സപ്പോർട്ടില്ല. കട്ടിയവനോ സപ്പോർട്ടില്ല, വീട്ടുകാരും സപ്പോർട്ടില്ല. അറ്റ്ലീസ്റ്റ് അപ്പനമ്മെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിലനിൽക്കാൻ അത് തന്നെ വലിയൊരു കാര്യം. ഒരമ്മയ്ക്ക് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കേണ്ടത്, ഏതൊക്കെയാണ് പോഷകങ്ങൾ, ആർക്കൊക്കെ ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാവർക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമേ ഇവിടെ അറിയത്തില്ല. നമസ്കാരം, ഡോക്ടർ സ്പീക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. നമ്മളെല്ലാവരും മറന്നുപോകുന്ന ഒരു വിഭാഗക്കാരുണ്ട്, നമ്മുടെ അമ്മമാർ, നമ്മുടെ പെങ്ങന്മാർ. സ്വയമേ നമ്മൾ ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ അമ്മമാർ ഫുഡ് കഴിച്ചോ അവരെ ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഡോക്ടർ സ്പീക്കിംഗ് ഈ ഒരു എപ്പിസോഡ് മുഴുവൻ സ്ത്രീകളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, വുമൻസ് ഹെൽത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഗസ്റ്റായിട്ടുള്ളത് നമുക്ക് ഒരുപാട് ഇൻ്റർവ്യൂസ് തന്നിട്ടുള്ള നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോക്ടർ മനോജ് ജോൺസൺ. ഡോക്ടർ എല്ലാവരും ഗഡ് ഡോക്ടറാണ് വിളിക്കുന്നെങ്കിലും നമ്മുടെ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ സ്ത്രീകളുടെ ഹെൽത്തിനെ കുറിച്ചും സ്ത്രീകളുടെ ഫിറ്റ്നസിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്നുകൂടെ ഡോക്ടർ സ്ത്രീകളുടെ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നുകൂടെ ചർച്ച ചെയ്താൽ ഭയങ്കര ഉപകാരമായിരുന്നു എന്ന് ഒരുപാട് സ്ത്രീകളുടെ റിക്വസ്റ്റ് വന്നു. അതാണ് വീണ്ടും നമ്മൾ ഈ ഒരു ടോപ്പിക് തന്നെയായിട്ട് വന്നത്. ഇപ്പം നമ്മൾ വീട്ടിൽ നോക്കുകയാണെങ്കിൽ 3 ചപ്പാത്തി കിട്ടുന്നു. അപ്പോൾ അതിൽ 2.25 ചപ്പാത്തി അമ്മമാർ ഭർത്താക്കന്മാർക്കും കൊടുക്കും, കുട്ടികൾക്കും കൊടുക്കും. ചിലപ്പോൾ ഒരു 1/4 ചപ്പാത്തി ആയിരിക്കും അവർ സ്വയം കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കുകയില്ല. മിച്ചമുള്ള ഫുഡ് കഴിക്കും, എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തി ബാക്കിയുള്ളത് എന്തെങ്കിലും കഴിക്കുന്ന അമ്മമാരെയാണ് നമ്മൾ പണ്ട് മുതലേയും ഇപ്പോഴും കാണുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സ്വയമേ പ്രയോറിറ്റൈസ് ചെയ്യുക. ഒരു ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ട് എൻ്റെ കുട്ടി കഴിച്ചാൽ മതി എന്ന് പറയുന്ന അമ്മമാരെ നമ്മൾ റീൽസിലൊക്കെ കാണാറുണ്ട്. ഇപ്പം ശരിക്കും ഒരു ഹൈ ടൈം ആയില്ലേ സ്ത്രീകൾ സ്വയം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? ശരിയാണ്. പഴയ കാലത്തിൽ ശരിക്കും പറഞ്ഞാൽ അത്രയും ഫുഡിൻ്റെ അവൈലബിലിറ്റി കുറവായത് കൊണ്ടാണ് ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇപ്പം ഫുഡിന് അവൈലബിലിറ്റി ഉണ്ട്, അപ്പം കുറച്ചുകൂടെ നേരെ തിരിഞ്ഞു. അന്നേരവും പലരും ബാക്കി വരുന്നത് കഴിക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ വീട്ടിലുള്ളവരെല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ ബാക്കി വരുന്ന ഫുഡിനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ മടിയുള്ളവരുണ്ട്. അതുപോലെ ഈ പാത്രം പിന്നെ എടുത്ത് വെക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആ പാത്രത്തിലുള്ള ഫുഡ് തിന്ന് തീർക്കുന്നവരുണ്ട്. അപ്പൊ ഈ കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നം, അതിനകത്ത് ന്യൂട്രീഷ്യസ് ആയിട്ടാണോ അല്ലയോ ഇതൊന്നും അല്ല, ബാക്കി വരുന്നത് കഴിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. അതാ പലപ്പോഴും ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അതില് ഞാൻ ചോദിക്കുമ്പം ഇതെന്തിനാണ് ഇത് മൊത്തം തീർക്കേണ്ട ആവശ്യം എന്താ, ഇത് കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിച്ചാൽ മതി എന്ന രീതിയിലാകുമ്പോൾ ഇത് പാത്രം വീണ്ടും കഴുകിയെടുത്ത് വെക്കാം, നമുക്ക് വീണ്ടും അതെടുത്ത് വെച്ചിട്ട് പിന്നെ അത് ചൂടാക്കി കഴിക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെ. അപ്പോൾ പറഞ്ഞ് വീണ്ടും കഴിക്കണമെന്നൊരു നിർബന്ധമില്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം കഴിച്ചാൽ മതി. പലപ്പോഴും സംഭവിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു ശരീരത്തിന് അവനവൻ്റെ ശരീരത്തിന് ആവശ്യമുള്ളതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഇപ്പം നമ്മളൊരു മനസ്സിലാകുന്ന രീതി പറയാം. പെട്രോൾ വണ്ടിയുണ്ട്, ഡീസൽ വണ്ടിയുണ്ട്, ഇലക്ട്രിക് വണ്ടിയുണ്ട്. പെട്രോൾ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ പെട്രോളാണ് അടിക്കേണ്ടത്, ഡീസൽ വണ്ടിക്ക് ഡീസലും, ഇലക്ട്രിക് വണ്ടിക്ക് നമ്മൾ ചാർജാണ്, ഇലക്ട്രിക് ചാർജാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ 3 വണ്ടി കാണാൻ ഒരേപോലെ, 4 ടയറും സ്റ്റിയറിങ്ങും സീറ്റും മെറ്റൽ ബോഡിയും എല്ലാം സെയിം ആണ്, പർപ്പസും സെയിം ആണ്, പോകുന്ന കാര്യം എല്ലാം സെയിം ആണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഏതാന്നുള്ളത് അറിഞ്ഞിരിക്കണം. എനിക്ക് ഭർത്താവ് കഴിക്കുന്ന പോലെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല.
അതെ. എൻ്റെ ശരീരപ്രകൃതത്തിന് എന്താണ് വേണ്ടത്, എൻ്റെ ജീനിൽ എന്താണ് പറ്റുന്നത്, അതിനനുസരിച്ചേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. എൻ്റെ വീട്ടിൽ ഭർത്താവ് ഇതൊക്കെയാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതേപോലെ കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പറ്റില്ല. അപ്പം പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളിൽ അവർ എല്ലാവർക്കും ഒരേ രീതിയിലാക്കി വെച്ചേച്ച് അതിൽ നിന്ന് ബാക്കി വരുന്നത് നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ ശരീരത്തിന് ഏത് പറ്റും എന്നുള്ളത് മനസ്സിലാക്കി അത് മാത്രം സെലക്ട് ചെയ്ത് കഴിക്കുന്നത് നല്ലത്. അല്ലാതെ ബാക്കി വന്നെന്ന് പറഞ്ഞ് കഴിച്ചിട്ട് കാര്യമില്ല. ഇല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയില്ല. അപ്പം നമുക്ക് എന്താ പറയാ, ഫിഷ് ഫ്രൈ ബാക്കി എല്ലാവർക്കും കൊടുത്തു, നമുക്കില്ല. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഒരു ശരീരത്തിന് ആവശ്യമുള്ള പോഷകം എല്ലാവർക്കും കിട്ടണം, അത് കിട്ടിയേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ ബാക്കിയുള്ളവർക്ക് വിട്ടുകൊടുത്തേച്ച് നമ്മളുടെ വീക്കായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകളിൽ എപ്പോഴെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരാരും കാണില്ല, അവരെല്ലാവരും അവരുടെ ലൈഫിൽ ബിസി ആയിരിക്കും. അപ്പം ഇവർക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യാനായിട്ട് മെന്റാലിറ്റി ഉള്ളവരാണ് സ്ത്രീകൾ. വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നാളെയും വീട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യാൻ പറ്റണം. നാളെയും മക്കളെ നോക്കാൻ പറ്റണം, നാളെയും ഹസ്ബൻഡിനെ നോക്കാൻ പറ്റണം, വീട്ടുകാരെ നോക്കാൻ പറ്റണം, അവരുടെ സ്വന്തം വീട്ടുകാരെ നോക്കാൻ പറ്റണം, എല്ലാം പറ്റണം. അങ്ങനെ ഇവർ നിലനിന്നല്ലേ പറ്റും. നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് പോഷകങ്ങൾ വേണം. പലപ്പോഴും പല പോഷകങ്ങളും ഇല്ല, ശരീരത്തിൽ കിട്ടുന്നില്ല. അങ്ങനെ എന്താ സംഭവം, പലരും നമ്മളുടെ എന്താ പറയുക ജസ്റ്റ് കാണുമ്പോൾ ഞാൻ ഡോക്ടർ വീഡിയോ ഒക്കെ കാണാറുണ്ട് നല്ലതെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇവരുടെ സ്കിൻ കളർ എങ്ങനെയാ, മുടി എങ്ങനെയാ, അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചു പോകും. കണ്ടതിൽ ഭൂരിഭാഗം ആൾക്കാരിൽ അയനില്ല, ഇരുമ്പ് സത്ത് ഇല്ല. അപ്പൊ അയനില്ലെങ്കിൽ ഒത്തിരി പ്രശ്നം, ഫുള്ള് വെള്ളറും, ക്ഷീണം വരും, ഉറക്കം ക്ലിയർ ആകത്തില്ല, ബ്ലീഡിങ് പ്രശ്നം തുടങ്ങും, പല 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 പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ നോക്കുമ്പോൾ ഇവർക്ക് ഭക്ഷണമില്ലാത്ത വീട്ടിൽ നിന്നുള്ളവരല്ല, അതൊക്കെ കഴിക്കുന്നവരാണ്, പക്ഷെ വേണമെന്ന കാര്യങ്ങളില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ അവരവരുടെ കാര്യങ്ങളിൽ കൂടെ ചെയ്തില്ലെങ്കിൽ നാളെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പോലുള്ള ആരോഗ്യം പോലും കാണില്ല. അപ്പം അതാണ് നമ്മൾ ആദ്യം ശരിയാക്കേണ്ടത്. അതായത് ആദ്യം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അവർ ഒന്ന് തലയൊന്ന് നേരെ നിന്ന് പണിയെടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അളവിലേക്ക് വന്ന് നിൽക്കുന്ന ഇതാണെങ്കിൽ ഓക്കെ. അല്ലാതെ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നമ്മുടെ എയർ ക്രാഷ് ആകുന്ന സമയങ്ങളിൽ പറയാറുണ്ട്, ആദ്യം ഇത് പറയാറില്ലേ, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ വെക്കണം, മാസ്ക് ഇങ്ങനെ വെക്കണം, ഇത് ഇങ്ങനെ വെക്കണം എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അതിനകത്ത് പറയുന്ന മെയിൻ കാര്യമുണ്ട്, ആദ്യം നമ്മളാണ് ഈ ഓക്സിജൻ മാസ്ക് വെക്കേണ്ടത്, എന്നിട്ടേ അടുത്തുള്ളവർക്ക് വെക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ അടുത്തുള്ളവർ വെക്കാൻ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഓക്സിജൻ കിട്ടത്തില്ല. അപ്പൊ ഇവരായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്, ബാക്കിയുള്ളവരെ ഇവർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഇതേപോലാണ് ഒരു വീട്ടിൽ ആദ്യം ചെയ്യേണ്ടത്, അവിടെ ഭൂരിഭാഗം പണിയെടുക്കുന്ന ആള്, ഭൂരിഭാഗം ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ആദ്യം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എന്നിട്ടേ മറ്റുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഒരമ്മയ്ക്ക് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കേണ്ടത്, ഏതൊക്കെയാണ് പോഷകങ്ങൾ, ആർക്കൊക്കെ ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാവർക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമേ ഇവിടെ അറിയത്തില്ല, അതിനുവേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, സ്വയമേ ഒന്നും ചെയ്തിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ടോട്ടൽ ആ വീടിന്റെ ഹെൽത്ത് തന്നെ മോശമായി പോകും. അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി, ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് അവനവന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് ആരോഗ്യത്തോടെ നിൽക്കുക. എന്നിട്ട് ഭർത്താവിന്റെ കാര്യമോ മക്കളുടെ കാര്യമോ വീട്ടുകാരുടെ കാര്യമോ എല്ലാം ഓക്കെ. കാരണം എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത്. നമ്മളെ വിട്ടിട്ട് അങ്ങോട്ട് മാത്രം ചെയ്യുന്ന രീതിയിൽ നിന്ന് ഒന്ന് മാറണം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം രീതികളൊക്കെ മാറി, എല്ലാം എന്താ പറയാ, അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ ഫിഷ് ഫ്രൈൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, പണ്ട് ഈ ഫിഷ് ഫ്രൈൻ്റെ ഒരു വിവാദം ഉണ്ടായിരുന്നു. റീമ കല്ലിങ്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അനിയനും എനിക്കും അവന് 2 ഫിഷ് ഫ്രൈ ആണെങ്കിൽ എനിക്കൊരു ഫിഷ് ഫ്രൈ മാത്രമേ കിട്ടാറുള്ളൂ, ഞാനപ്പോൾ ചോദിച്ച് വാങ്ങാറുണ്ട്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഫിഷ് ഫ്രൈ കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് വാങ്ങണം. അന്ന് കുറേ പേര് പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ ഇന്ന് ഈ ഫിഷ് ഫ്രൈൻ്റെ അഭിപ്രായത്തോട് എല്ലാവരും യോജിക്കുന്നുണ്ട്, ശരിയല്ലേ? അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ലോജിക്കായിട്ട് തിങ്ക് ചെയ്ത് മനസ്സിലാവും. ഫിഷ് ഫ്രൈ ആണെന്ന് പറഞ്ഞെങ്കിലും അവിടെ ഒരു ആൺകുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസും പെൺകുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസും ആണെന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ ഫിഷ് ഫ്രൈയുടെ കാര്യം പറയുന്നത്. പക്ഷെ അത് 100% കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. ഈ സാധാരണ രീതിയിലുള്ള ആൾക്കാർ, ഈ പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരാളുകൾ മാത്രമാണ് ഇതിനെ ഇറിറ്റേറ്റ് ചെയ്ത് പറയുന്നത്. അല്ലാതെ സ്റ്റാൻഡേർഡ് ആൾക്കാരോ അല്ലെങ്കിൽ അതിനെ എന്താ പറയാ സമൂഹത്തിൽ എന്താ പറയാ എല്ലാം പ്രോപ്പറായിട്ട് ചിന്തിക്കുന്നവരോ അങ്ങനെ ഒരു ആരും ഇതിന് പറയാൻ നടക്കില്ല. ശരിയാണ്, അവർ പറഞ്ഞ കറക്റ്റാണ്. അപ്പം ഈ കറക്റ്റാന്ന് പറയാൻ പോകത്തില്ലെന്നേ ഉള്ളൂ, മോശമാണെന്ന് പറയത്തുമില്ല. അപ്പം അതൊരു പോപ്പുലേഷൻ ഉണ്ട്, ഒരു 40% പോപ്പുലേഷൻ അത് ഓക്കെയാണ്, അവർ പറഞ്ഞത് റിയാലിറ്റിയാണ്, ശരിയാണ്. പക്ഷെ 60% പോപ്പുലേഷന് ഒരു പഴഞ്ചൻ രീതികൾ മനസ്സിൽ കടക്കുന്നത് കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം കളിയാക്കലിന്റെ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ കളിയാക്കുമ്പോൾ എല്ലാവർക്കും അതൊരു ഹരമായിട്ട് അത് ഒരുമിച്ച് കളിയാക്കി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ശരിയാണ്, മോന് സ്വത്ത് കൊടുക്കുന്ന പോലെ തന്നെ മോൾക്കും കൊടുക്കണം.
അതായത് സിസ്റ്റം മാറേണ്ട കാര്യമായി. അപ്പം പലപ്പോഴും ഇപ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ മോക്കും മോനും ഈക്വൽ രീതിയാണ്, അതിനകത്ത് ഡിഫറൻസ് ഒന്നുമില്ല. പലപ്പോഴും കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതില്ല, ആ ഒരു ഏരിയയെ ഇല്ല. അതെന്തോ വേറെ ആൾക്കാർ, വേറെ കുടുംബങ്ങൾ അവരാണ് നോക്കേണ്ടത്, നമ്മുടെ തലവേദന ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. അത് ഒരിക്കലും ശരിയല്ലല്ലോ. അതായത് ഇപ്പം ലക്ഷദ്വീപ്, ഞാൻ ലക്ഷദ്വീപില് എനിക്ക് ക്ലിനിക്കുണ്ട്, അവിടെ ഞാൻ പോയിട്ടുണ്ട്, അവിടെ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഭൂരിഭാഗം വീടുകളിലൊക്കെ ഞാൻ ഫുഡും കഴിച്ചിട്ടുണ്ട്. കാരണം അവർ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഞാൻ ഒത്തിരി വീടുകളിൽ പോയി കഴിച്ചിട്ടുണ്ട്. അപ്പം അവിടുത്തെ കൾച്ചർ എങ്ങനെയാന്ന് വെച്ചാൽ പെൺകുട്ടിക്കാണ് വീട്, ആണ് കല്യാണം കഴിച്ച് പെണ്ണിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. അങ്ങനെയാണ് അവിടെ താമസിക്കുന്നത്. ഇപ്പൊ കണ്ണൂരിലെ പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ന് പറയുന്നത് അവിടെ ഇമ്പോർട്ടൻസ് പെൺകുട്ടിക്കാണ്. അപ്പൊ ഒരേ ലോകത്താണ് നമ്മളെല്ലാരും ജീവിക്കുന്നത്. ഒരു സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോഴത്തേനും ട്രാക്കേ മാറി. അപ്പൊ അങ്ങനെ വരുമ്പം ആണായാലും എന്താ പെണ്ണായാലും എന്താ, എന്തായാലും ആൺകുട്ടി ആയാലും വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവർക്കുണ്ടായ കുട്ടി എന്നുള്ളതാണ്. അപ്പം പെൺകുട്ടിയുടെ വീട്ടുകാർക്കും അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട്, ആൺകുട്ടിയുടെ, കാരണം രണ്ട് ജീൻ ഇൻവോൾവ് ആണ്. അപ്പം ആണിന് മാത്രം എന്നുള്ള രീതിയല്ല അവിടെ വരുന്നത്. പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പം എല്ലാ കാര്യങ്ങളിലും ജീനപരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്, സാമൂഹികപരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും പുരുഷൻ അതിന്റെ രീതി, റൂൾസ് ആൻഡ് റെഗുലേഷൻ നേരത്തെ ഈ ഒരു ട്രാക്കിലാക്കി വെച്ച് എന്റെ അടുത്ത അവകാശി അല്ലെങ്കിൽ അടുത്ത ഇത് എന്റെ തലമുറ എന്നൊക്കെ പറയുന്നത് ആൺകുട്ടികളുടെ കുട്ടികളെ പറയുന്നത്, പെൺകുട്ടികളുടെ പറയുന്നില്ല. അപ്പം പക്ഷെ അങ്ങനെയും പറയുന്ന കാറ്റഗറി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പൊ അതൊരിക്കലും തെറ്റ് ശരിയെന്നല്ല. അത് പെൺകുട്ടി ആയാലും ഒരു പുരുഷനെ കല്യാണം കഴിച്ച് ആ ജീനും ഈ ജീനും കമ്പൈൻ ചെയ്തെങ്കിലേ അടുത്ത തലമുറ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതിനകത്ത് വലിയ ഡിഫറൻസേ ഇല്ല, രണ്ടും സെയിം ആണ്. അപ്പൊ ഇനിയുള്ള കാലഘട്ടത്തില് ശരിക്കും പറഞ്ഞാൽ ആണും പെണ്ണും ഒരേ രീതിയിലാണ് പോകുന്നത്. ഇല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കും. കാരണം ആ രീതിയിൽ എഡ്യൂക്കേഷൻ വന്നു, ആ രീതിയിൽ ഡെവലപ്മെന്റ് ആയി. അപ്പം ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിച്ച് തന്നെ ജീവിക്കണം എന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പഠിച്ചു, നല്ല ശമ്പളം കിട്ടി, ജോലി കിട്ടി, ഓക്കെ, എന്നിട്ട് തോന്നണം ഓക്കെ ഇനിയും എന്നെ കൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നി കഴിഞ്ഞിട്ട് മാത്രമേ ഇതിലേക്ക് കയറത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ഡിവോഴ്സായി, രണ്ടാമത് കല്യാണം കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരായിരിക്കും ഭൂരിഭാഗം പെൺകുട്ടികൾ. പുരുഷന്മാർക്ക് ബുദ്ധിമുട്ടാണ് കണക്ക് പ്രകാരം, സ്ത്രീകൾ കുറച്ചുകൂടെ ഈസിയാണ്. എന്നാലും 80% ആൾക്കാരുടെ കാര്യം പറഞ്ഞു. പക്ഷെ ഇക്വാലിറ്റി എന്ന് പറയുന്നത് എല്ലായിടത്തും വേണ്ട ഒരു കാര്യമാണ്. അതിപ്പം ഫിഷ് ഫ്രൈയുടെ കാര്യത്തിൽ മാത്രമല്ല, സ്വത്തിന്റെ കാര്യത്തിലായാലും മേടിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റിന്റെ കാര്യത്തിലായാലും, മോന്റെ ബർത്ത്ഡേക്ക് നല്ല ഗിഫ്റ്റ്, മോളുടെ ബർത്ത്ഡേക്ക് ചെറിയ ഗിഫ്റ്റ്, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എനിക്കും 2 മക്കളുണ്ട്, 3 മക്കളാണ്, 2 പെൺകുട്ടികളാണ്. അപ്പം എൻ്റെ ഏറ്റവും ഹാപ്പിനെസ്, എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം പെൺകുട്ടികളാണ്. മോൻ കുറച്ച് ഷൈ ആണ്, കൂടുതൽ അമ്മയുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം മോന്റെ കാര്യത്തിലും അവൻ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, എന്നെ റോൾ മോഡൽ പോലെ കാണുന്ന ഒരാളാണ്. പെൺകുട്ടികൾ എന്ന് പറയുന്നത് എൻ്റെ നേരെ വന്ന് ഇടിച്ച് തോളത്ത് കയറി മടി കയറി ഇരുന്ന് അങ്ങനെ ഒരാളാണ്. എനിക്ക് 2 രീതിയിലുള്ളതുണ്ടെങ്കിലും പെൺകുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സമയം എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അവന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാ, ഡ്രൈവിംഗ് പഠിപ്പിക്കുക, സൈക്കിൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് കറക്കി നടക്കുക. അവന്റെ ഹാപ്പിനെസ് അതാണ്, അത് അവന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവന്റെ ഒരു ഇതിനു വേണ്ടി റെസ്പോൺസിബിൾ ആയിട്ട് ഞാൻ ഫാദറിന്റെ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അവൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, അവനെ ഫുട്ബോളിന് കൊണ്ടുപോകുന്നു, കരാട്ടയ്ക്ക് കൊണ്ടുപോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പെൺകുട്ടികളുടെ കാര്യത്തിൽ അവരെല്ലാരും അവരുടെ ആവശ്യമാണെങ്കിൽ അവർ എൻ്റെ കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്ന ഒരു കാര്യം അവിടെയാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ എവിടെ പോയെന്ന് പറഞ്ഞാലും ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് പെൺകുട്ടികളവിടെ ഓടി വന്ന് തോളത്ത് കയറുന്നതും ഇതാകുന്നു. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാൻ ഒരു സന്തോഷം തോന്നുന്നത് അങ്ങനെയാണ്. അപ്പം ഒരു അച്ഛന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികള് ഹാപ്പി ആയിട്ട് നിൽക്കുക. നാളെ അവര് കല്യാണം കഴിച്ച് പോയിട്ട് അവർക്ക് വിഷമം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം പറയണം, ബാ ഇവിടെ വാ, ഞാനുണ്ട് കൂടെ. ഹസ്ബൻഡ് വേണമെങ്കിൽ വേണ്ട വിട്. അതായത് ആ പ്രായം വരെ ഇവരെ വഴക്ക് പറയാതെ, അടിക്കാതെ, ബഹളം വെക്കാതെ, ഇറിറ്റേറ്റ് ആകാതെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന പെൺകുട്ടികളെ ഇന്ന് കല്യാണം കഴിച്ച് വിട്ട് കഴിയുമ്പോഴത്തേനും ഇത് യാതൊരു വാല്യൂ ഇല്ലാത്ത ഒരാളാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ നരകതുല്യമായ ജീവിതമായിരിക്കും അവർ ജീവിക്കുന്നത്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ പെട്ടുപോകുന്നതാണ്. എന്റെ വീട്ടിൽ തിരിച്ചു തന്നാൽ എന്റെ വീട്ടുകാരൻ മൈൻഡ് ചെയ്യുമോ, നാട്ടുകാരെന്ത് പറയും എന്നുള്ള രീതിയാണ്. പക്ഷെ ഒരു അപ്പനോ അമ്മയോ കൂടെ നിന്ന
പിന്നെ അവർക്ക് ആവശ്യമില്ല വേറെ ഒന്ന് ലോകത്ത് ആരെന്ത് പറഞ്ഞാലും വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ കല്യാണം കഴിച്ചേച്ച് സന്തോഷത്തോടെ ആണോ ജീവിക്കുന്നത്, ജീവിച്ചോ, കുഴപ്പമില്ല. നാളെ വന്നേച്ച് എന്റെ മോള് പറയാണ് അച്ഛാ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞാ വിട്ടേരെ. അങ്ങനെ പറയാൻ പറ്റണം. എന്തിനാണ് ഇങ്ങനെ ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? ഒരു ജീവിതമല്ലേ ഉള്ളൂ. മോള് വാ, ഞാനിവിടെ ഉണ്ട്. മോൾക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോ, ഇഷ്ടമുള്ള ജോലി ചെയ്തോ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു. ആ ഒരു സപ്പോർട്ട് അച്ഛനമ്മയും കൊടുക്കണം. ഇത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പം തൂങ്ങി മരിക്കുന്നതും വിഷം കഴിക്കുന്നതും അവരുടെ പല പല ആരോഗ്യ പ്രശ്നങ്ങൾ രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് സപ്പോർട്ട് ഇല്ലാഞ്ഞിട്ടാണ്. ഒരിക്കലും അപ്പനും അമ്മയും എൻ്റെ ജോലി കഴിഞ്ഞു കല്യാണം കഴിപ്പിച്ച് വിട്ടു എന്ന് പറഞ്ഞ രീതിയിൽ വിടാതെ അവരെ ഏതൊരു സമയം അവരുടെ ഒരു ഫ്രണ്ടായിട്ട് എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ ഇരിക്കും. ഇല്ലെങ്കിൽ എന്നാന്ന് പറഞ്ഞാൽ ലോകത്ത് അവർക്ക് ആർക്കും സപ്പോർട്ടില്ല, കട്ടിയവനോ സപ്പോർട്ടില്ല, വീട്ടുകാരും സപ്പോർട്ടില്ല. അറ്റ്ലീസ്റ്റ് അപ്പനമ്മെങ്കിലും ഉണ്ടെങ്കിൽ അതില് ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർ നിലനിൽക്കാൻ അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് വാ തുറന്ന് നമ്മൾ പറയുകയും ചെയ്യണം. അല്ലാതെ ജസ്റ്റ് നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യം മോളെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാനാ? അത് ഒരു തവണ 2 തവണ എന്നൊക്കെ പറഞ്ഞു ഇത് എന്ത് ആയുഷ്കാലം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ആണായാലും പെണ്ണായാലും അപ്പനും അമ്മയ്ക്കും മക്കള് രണ്ടുപേരും ഒരേപോലെയാണ്. അത് എപ്പോഴും അതേ രീതിയിൽ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്.